ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുജേറോയിലോട്ടാണ്. ഇത് നമുക്ക് നാഷണൽ ഹോളിഡേയ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് ദിവസം ലീവുണ്ട്. 3-4 ദിവസം കണ്ടിന്യൂസ് ലീവുണ്ട്. 2 ദിവസം ലീവുള്ളൂ ആക്ച്വലി. സാറ്റർഡേ സൺഡേ കൂട്ടിയിട്ട് നമുക്ക് 4 ഡേയ്സ് ലീവുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് ഫുജേറയിലോട്ടാണ്. ഇതിൻ്റെ സൈഡ് വ്യൂ ആണിത്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മളവിടെ ഒരു പൂൾ വില്ലയിലോട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ വില്ലയുടെ എൻട്രൻസിലെത്തി. ഇവിടെ ഒരു 100-300ഓളം വില്ലകളുണ്ട് ഇങ്ങനെ. ഇപ്പം നമ്മുടെ വില്ല എന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂം വില്ലയാണ്. 3 ബെഡ്റൂം എന്ന് പറഞ്ഞാലും 3 ഫാമിലി കൂടാതെ ഒരു 3-4-5 ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും അക്കോമഡേറ്റ് ചെയ്യാം. നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്കങ്ങനെ മനസ്സിലായത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് തന്നെയായിട്ട് ഇത് മെയിൻ എൻട്രൻസ് ഡോറ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ഡ്രൈവർ റൂമുണ്ട്. ഇവിടെയും സ്പേഷ്യസ് ആണ്. ഇവിടെയും ഡ്രൈവർക്ക് സ്ലീപ്പ് ചെയ്യാനുള്ള സ്ഥലവും പിന്നെ ഒരു ചെറിയൊരു ഓഫീസ് സെറ്റപ്പ് പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ റൂം മറ്റേ വില്ലയായിട്ട് കണക്ട് ചെയ്യാതെ സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഈ മെയിൻ ഡോറിലോട്ട് വന്നാൽ മെയിൻ ഡോറ് മറ്റേ ലോക്ക് സിസ്റ്റമാണ്. നമുക്ക് പാസ്വേഡ് ഉണ്ടെങ്കിലേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി, ഡോർ ലോക്കായിപ്പോയി. അങ്ങനെ ഇതിൻ്റെ നമ്മുടെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഒരു വലിയ വുഡൻ പാനലാണ്. അങ്ങനെ സ്ട്രെയിറ്റ് പിന്നെ ഒരു വലിയ മിററുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ കിച്ചൺ കൊടുത്തിരിക്കുന്നത് കയറി ചെല്ലുമ്പോൾ. അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ ഇതാണ് അവിടുത്തെ ഡൈനിങ് റൂം. പിന്നെ അവിടെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് പൂളിലോട്ടാണ്, പൂൾ വ്യൂ ആണ്. ഇവിടെ ഒരു സോഫയൊക്കെ ഒരു സൈഡിൽ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും ട്രീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റപ്പാണ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ വാഴ, അങ്ങനെ നാരങ്ങ, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. 2 സൈഡിലും പൂളിൻ്റെ 2 സൈഡിലും അങ്ങനെയുണ്ട്. നല്ല രസമാണ്. പിന്നെ ഇവിടെ ഒരു ടേബിളൊക്കെ കൊടുത്ത് ഡയറക്റ്റ് സീയിലോട്ടാണ്. അപ്പോൾ പൂളും അടിപൊളിയാണ്. ഇത് നല്ല 2 മീറ്റർ സംതിങ് ആഴമുള്ള പൂളാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ കയറുമ്പോൾ ഇത് നമ്മുടെ ഒരു ബെഡ്റൂമാണ്, ഫസ്റ്റ് ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂമിൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബെഡ്റൂം നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് നല്ല ഇവരുടെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ഇൻറ്റീരിയർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി ഡെക്കറേഷനാണ്. പിന്നെ നമ്മൾ ഔട്ട് സൈഡ് വ്യൂ ആണിത്. നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. ഫുൾ സീയും അതിൻ്റെ സൈഡിലൂടെ ചേർത്തിട്ടുള്ള വില്ലകളും. ഇതാണ് അതിൻ്റെ അടിപൊളി വ്യൂ. നമുക്ക് ആ സീയിലോട്ട് ഇവർ കുറച്ചൊരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ്. ഇതിൽ നിന്നും നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഇവിടെ ഇറങ്ങിയിരിക്കാം. നല്ല അടിപൊളി, നല്ല കാറ്റുമാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ്. ഇത്രയും നല്ലൊരു വ്യൂ ഉള്ള ഒരു വില്ല ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ UAE ഉള്ളവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. സൺസെറ്റ് വില്ല എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെ കുറച്ച് ഫാമിലി ആയിട്ട് പോകണം, എന്നാലേ നമുക്കതൊരു സ്യൂട്ട് ആവുള്ളൂ. ഞാനിവിടെ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ ഇതിലൂടെ നടന്നെടുത്ത്, നമ്മുടെ മെയിൻ ഉദ്ദേശം അതാണല്ലോ, വീഡിയോ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് നല്ല അടിപൊളിയാണ് സംഭവം. അങ്ങനെ കുറച്ച് നല്ല വ്യൂ ഒക്കെ എടുത്ത് നമുക്ക് ആക്ച്വലി 2:30 ചെക്ക് ഇൻ ടൈം. നമ്മൾ പക്ഷേ എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മളിവിടെ എത്തുമ്പോൾ ഒരു 5 o'clock ഒക്കെ ആയി. എന്നിട്ട് നെക്സ്റ്റ് ഡേ 12 o'clock ആകുമ്പോൾ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അതാണ് ഇവിടുത്തെ എന്താ പറയുക സിസ്റ്റം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.